അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും നിങ്ങൾക്കെല്ലാവർക്കും അൽഹംദുലില്ലാ ഖൈറാണെന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഇരുലോകത്തും എല്ലാവിധ സമാധാനവും റാഹത്തും എല്ലാവിധ ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് തുടങ്ങുകയാണ്. അല്ലാഹു തആല നമുക്ക് നല്ല രൂപത്തിൽ ഈ മജ്ലിസിൽ പങ്കെടുത്ത് അവസാനം ദുആ കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസവും വലിയൊരു സമാധാനവും എല്ലാവിധ നന്മയും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ കുറച്ച് ഉസ്താദുമാരായ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവർക്ക് സ്വന്തമായി യൂട്യൂബിൽ ഇതുപോലെ നമ്മളെ പോലെ ചില ചാനലുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർ വീഡിയോകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഒരു അനുഭവം, ഈ അടുത്ത് ഒരു സുഹൃത്തിൻ്റെ പേര് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കും. അതായത് ആ മെസ്സേജ് അയക്കുന്നവൻ അയാൾ ഞാൻ ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ പേര് പറഞ്ഞ് ഈ ഉസ്താദിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡാവണം, ആ ഉസ്താദിൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണണം, ഈ ഉസ്താദിൻ്റെ വീഡിയോകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, അതുമാത്രമല്ല ഉസ്താദിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ പല വാട്സപ്പ് നമ്പറിലേക്കും അയക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് എന്ന് ഈ അടുത്തൊരു സുഹൃത്ത് നമ്മളോട് പറയുകയുണ്ടായി. അതുമാത്രമല്ല വളരെ ഗുരുതരമായ രണ്ട് കാര്യങ്ങൾ കൂടി ചിലർ ചെയ്യാറുണ്ട്. പലരും ഈ സ്ത്രീകളോട് ചാറ്റ് ചെയ്തിട്ട് മോശമായിട്ട് പെരുമാറുന്നവരുണ്ട്. അതേപോലെ തന്നെ വളരെ സങ്കടകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദിൻ്റെ പേരിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഇത് ഉസ്താദിൻ്റെ ഗ്രൂപ്പാണ്, ഇത് ഉസ്താദിൻ്റെ ചാനലാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം തന്നെ ഈ നമ്പറിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവന അയക്കണമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനൽ അൽഹംദുലില്ലാ ഏകദേശം 4 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമുക്കിനി ഒരാളോട് നിർബന്ധിച്ചോ അല്ലെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചോ നമുക്കിതിൽ ആളെ കൂട്ടേണ്ട ഒരു ആവശ്യവുമില്ല. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീക്ക്, നിങ്ങളുടെയൊക്കെ വലിയ സഹകരണം കൊണ്ട് നമുക്ക് ഇത്രയും ഒരു വലിയ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇനിയും അതിലേക്ക് ആളെ ചേർക്കാൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെപ്പറേറ്റ് മെസ്സേജ് അയക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ മജ്ലിസിലേക്ക് ഒരു നമ്പർ കൊടുത്തിട്ട്, ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടൊരു സംഭാവന സ്വീകരിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ മജ്ലിസ് എന്നും കാണുന്നതല്ലേ നിങ്ങൾ. ഒരു നമ്പർ പോലും നമ്മൾ കൊടുക്കാറില്ല, ഗൂഗിൾ പേ പരിപാടിയേ നമുക്കില്ല, ആ ഒരു പരിപാടിയില്ല. നിങ്ങൾക്കൊക്കെ വേണ്ടി അൽഹംദുലില്ലാ ദ്വാരക്കും, നിങ്ങൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണം, അല്ലാതെ പൈസ വാങ്ങിച്ചിട്ട് ദ്വാരക്കുന്ന പരിപാടിയില്ല. പിന്നെ മാത്രമല്ല, നമുക്കൊരു സ്ഥാപനമില്ല. ഇപ്പം അർഷദ് ബദരി നടത്തുന്ന ഒരു സ്ഥാപനം, അങ്ങനെ ഒരു സ്ഥാപനമില്ല. പലരും അങ്ങനെയാണ് പിരിക്കുന്നത്, ഇത് അർഷദ് ബദരി ഉസ്താദിൻ്റെ ഒരു സ്ഥാപനമാണ്, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പൈസ ഇടണം. അല്ലാഹു ആലം, നമുക്ക് അങ്ങനെ ഒരു സ്ഥാപനമില്ല, നമ്മൾ അങ്ങനത്തെ ഒരു പൈസയുടെ പിരിവും നടത്തുന്നില്ല. ആ കാര്യം വളരെ ഗൗരവപരമായി എൻ്റെ മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നമ്മുടെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരുടെയൊക്കെ പേര് പറഞ്ഞോ ആരെങ്കിലും പിരിവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ അയക്കുകയാണെങ്കിൽ അതിന് യാതൊരു ഉത്തരവാദിത്വവും നമ്മളിൽ നിന്നുണ്ടാവുന്നതല്ല. കാരണം നമ്മൾ അങ്ങനെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കഴിയേണ്ട ഒരു കാലഘട്ടമാണ്. തട്ടിപ്പുകൾ ഒരുപാട് കൂടുന്ന കാലഘട്ടമാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ആരെയും സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്താൻ ഏൽപ്പിച്ചിട്ടില്ല. ആ കാര്യം എൻ്റെ സഹോദരന്മാരൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഉസ്താദിൻ്റെ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ ഗ്രൂപ്പിലുള്ള ആളാണ് അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഗ്രൂപ്പിൽ അഡ്മിനാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ചിലപ്പോൾ മെസ്സേജ് അയച്ചേക്കാം. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വന്നാൽ അതൊന്നും നമ്മുടെ അറിവോടുകൂടി നടക്കുന്നതല്ല, അതൊക്കെ ഫേക്കാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആരും തട്ടിപ്പിലോ വ്യാജന്മാരിലോ പോയി പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിങ്ങനെ ഗൗരവപരമായി പറയാനുള്ള കാരണം, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ പല ഉസ്താദുമാരുടെയും ചാനലിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരിലും അങ്ങനെ പലരും ഒക്കെ പറഞ്ഞു വന്നേക്കാം. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ടെടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള തെറ്റുകളിൽ നിന്നും മാറി നിന്ന് എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലുമായി ഈ ലോകത്ത് ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദ്വാരക്കാം. നമ്മുടെ മജ്ലിസ് എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളൊരു ദിക്ർ പറഞ്ഞിട്ട് നമ്മൾ മജ്ലിസ് തുടങ്ങുകയാണ്. ലോകത്തേതെല്ലാം ഔലിയാക്കന്മാർ കടന്നുപോയോ, ലോകത്തേതെല്ലാം പ്രവാചകന്മാർ കടന്നുപോയോ, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മഹത്തുക്കളും അവരുടെ നാവ് കൊണ്ട് പറഞ്ഞ വാക്യങ്ങളിൽ
ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാക്യം അത് അള്ളാഹുവിന് വേണ്ടി ചൊല്ലിയ ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അഫ്ളലു ദിക്റാൻ, ദിക്റുകളുടെ രാജാവ്, ദിക്റുകളുടെ നേതാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കത് പറയണ്ടേ? ഈ ഔലിയാക്കന്മാരുടെ മാസത്തിൽ അത് പറയാതെ പോയാൽ വലിയ നഷ്ടമല്ലേ? മനസ്സറിഞ്ഞു പറഞ്ഞോ. ഓരോ ദിക്ർ പറയുമ്പോഴും റബ്ബേ ഇതുപോലെ എനിക്ക് ഉറക്കെ മരിക്കുന്ന സമയത്ത് കെലിമ പറഞ്ഞ് മരിക്കാനുള്ള വലിയ സൗഭാഗ്യം നീ തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട് എല്ലാ ഉമ്മമാരും ഉപ്പമാരും പറഞ്ഞോട്ടോ, ഒന്നിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഔലിയാക്കന്മാര് അവരൊക്കെ വലിയ രൂപത്തിൽ സിറാത്ത് പാലം കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നമ്മുടെ മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന ഒരു അമൽ, അത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ പറയുന്ന ദിക്റുകളാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ആ ദിക്റുകളിൽ വലിയ മഹത്വമുള്ളൊരു ദിക്ർ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നു. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങി നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറുമെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച മശായിഖന്മാർ, നമ്മുടെ മുൻഗാമികളായ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, നമുക്ക് ഓതി തന്ന നിരവധി ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് 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 സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. അല്ലാഹുവിൻ്റെ ഇസ്മുൽ ആളമാണെന്ന്
ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞിട്ട് ദുആ എന്നാൽ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞാലോ. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം, 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 യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അത് നമ്മൾ സ്ഥിരമായി പറയാറുള്ളൊരു ദിക്റാണ് അല്ലേ. ഏത് ദിക്റിൻ്റെ മജ്ലിസ് ഉണ്ടെങ്കിലും ആ ഒരു ദിക്ർ ഒഴിവാക്കാറില്ലായിരുന്നു ആര്? അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ, അള്ളാഹുവിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ അടുത്ത വലിയ മഹത്തുക്കൾ എപ്പോഴും അവർ നാവ് കൊണ്ട് പറയുന്നൊരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്കൊന്ന് പറഞ്ഞാലോ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഔറാദുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ മഹാനവറുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് ഹംദാണ്. എത്ര വലിയ നന്മ കിട്ടിയാലും എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും മഹാനവറുകൾ അൽഹംദുലില്ലാ എന്ന വാക്ക് ഒഴിവാക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ അത്രത്തോളം വലിയ മഹത്വമുള്ളതായി മാറിയത്. നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് അവരെപ്പോലെ ഒന്നും ആവാൻ പറ്റിയില്ലെങ്കിലും അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഒരാഗ്രഹം നമുക്ക് മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അത് നിർവഹിച്ച് കിട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്കും പറയാം ഹംദ്. ഒന്നിച്ചു പറഞ്ഞ എല്ലാവരും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ പറയാറുണ്ടല്ലോ.
അപ്പോൾ അതിലൊക്കെ ഒരുപാട് നേട്ടങ്ങളാണ് ഓരോ സ്വലാത്തിനുമുള്ളത്. തിബ്ബു സ്വലാത്തിൻ്റെ നേട്ടം ഒരുപാടാണല്ലോ. തിബ്ബു സ്വലാത്ത് നമ്മുടെ ശാരീരികമായ മാനസികമായ ചില ഈ മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾക്കൊക്കെ ഈ തിബ്ബു സ്വലാത്ത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ഒരുപാട് പ്രതിസന്ധികളുണ്ട്, അതൊക്കെ മാറാൻ തിബ്ബു സ്വലാത്ത് പതിവാക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയുകയാണ്. തിബ്ബു സ്വലാത്ത് ഔലിയാക്കന്മാരൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്വലാത്താണ്. ഒന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم എല്ലാ മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹി നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറയുന്ന ഒരു ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലേ? കടലിൻ്റെ നുരയോരം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് മുത്ത് റസൂൽ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വാചകമാണത്. നമുക്കൊന്ന് പറഞ്ഞാലോ? നമ്മുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തന്നു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير കത്തിക്കാളുന്ന നരകം, ആ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാതെ ഒരാളും ലോകത്തിൽ നിന്ന് ഒരു മുഅ്മിനായിട്ടും ഒരാളും പോയിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നരകമോചനം നൽകണേ അല്ലാ, സ്വർഗ്ഗപ്രവേശനം നൽകണേ റഹ്മാനെ. നമുക്കൊന്ന് നരകത്തിൽ നിന്ന് മോചനം അല്ലാഹുവിനോട് ചോദിച്ചാലോ? എല്ലാ മുഅ്മിനീങ്ങളും ഒന്നിച്ചു പറയട്ടോ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, اللهم أجرنا من النار، 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 اللهم أجرنا من
النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار അസ്തഗ്ഫിറുല്ലാ എന്ന ആ വലിയ ഇസ്തിഗ്ഫാർ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ, നമ്മുടെ തെറ്റുകൾ അല്ലാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം أستغفر الله العظيم يا ذا الجلال والإكرام 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 أستغفر الله العظيم يا ذا الجلال والإكرام. മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവകളുടെ ഓർമ്മകളൊക്കെ തിങ്ങി നിറയുന്നൊരു മാസമാണ് റബീഉൽ ആഖിർ മാസം. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ പറ്റി പറയുമ്പോൾ മലയാളി ഹൃദയങ്ങളിലേക്ക് വേഗത്തിൽ ആദ്യം ഓടിയെത്തുന്നത് വേറൊന്നുമല്ല, അത് മുഹീദ്ദീൻ മാലയാണ്, അല്ലേ? മുഹീദ്ദീൻ മാല അത് മഹാനായ കോഴിക്കോട് ഖാദിയും ഖാദിരിയ സൂഫിയുമായിരുന്ന, അറബി മലയാള ഭാഷയിലൊക്കെ വലിയ നിപുണനായിരുന്ന, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ ഖാദി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന
മഹാനവറുകൾ പറയപ്പെടുന്നത് ഖാദി മുഹമ്മദ് എന്നാണ് അറിയപ്പെടുന്നത്. മഹാനവറുകൾ 1607 കാലഘട്ടത്തിലാണ് ഈ മുഹയ്യിദ്ദീൻ മാല രചിക്കുന്നത്. വേറൊന്നുമല്ല, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പറ്റി പുകഴ്ത്തി പറയുന്നു. മഹാനവറുകളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കറാമത്തുകൾ അതൊക്കെ ഒരു പദ്യരൂപത്തിൽ പറയുന്നു എന്ന് മാത്രം, വേറൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ പൊരുത്തവും ഗുരുത്വവും ഒക്കെ നമുക്ക് കിട്ടണം, അവരോടൊപ്പം നമുക്കുമൊക്കെ സ്വർഗത്തിൽ കടക്കണം. അതിനുവേണ്ടി ബറക്കത്തിനായി മുഹയ്യിദ്ദീൻ മാലയുടെ കുറച്ച് ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഓതാം. അപ്പോൾ ഇതിന് ജവാബ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് നമ്മുടെ കൂടെ പറയണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദ വർക്കിളെ ആണോവർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ കീളയിലും വൻകിള ആണോവർ എല്ലാ തീശയിലും കേളി മികച്ചോവർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് സുൽത്താനുൽ ഔലിയാ എന്ന് പേരുള്ളോവർ സയ്യിദവർ തായും ബാവയും മായോവർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാവാമുദുകിന് കുതുബായി വന്നോവർ വാനമതേഴിലും കേളി നിറഞ്ഞോവർ ചൊല്ല് ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. വലതു ശരീഅത്തെന്നും കടലുള്ളോവർ ഇടതു ഹഖീഖത്തെന്നും കടലുള്ളോവർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ആകാശത്തിന് മേലെയും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം മത്തിരയുള്ളോവർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ലാ
ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹ്. മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പറ്റി ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ആ മുഹീദ്ദീൻ മാലയുടെ ഒരല്പം, ആദ്യത്തെ ഭാഗത്തിൻ്റെ ഒരല്പമാണ് നമ്മൾ ഇവിടെ പാടിയത്. അള്ളാഹു താല അതിൻ്റെയൊക്കെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് ഈ മുഹീദ്ദീൻ മാലയുടെ ആദ്യത്തെ ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് ബറക്കത്തിനായിട്ട് ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അള്ളാഹു താല തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹു പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ സ്വീകരിക്കണേ അള്ളാഹു ഇതിൻ്റെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ റഹ്മാനെ, ആമീൻ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യും. ദ്വാരക്കുന്നതിന് മുമ്പ് നമുക്ക് മരണപ്പെട്ടു പോയ മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെയൊക്കെ പേരിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് വേണം നമുക്ക് ദ്വാരക്കാൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഫാത്തിഹ ഓദിക്കൂ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ്. ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നു. അല്ലാഹു നമ്മുടെ ദ്വായിനെ സ്വീകരിക്കട്ടെ, ആമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് റബ്ബേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് അല്ലാഹ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. നിന്റെ നരകം കണ്ണുകൊണ്ട് കാണാൻ പോലും ഞങ്ങൾക്ക് ത്രാണിയില്ല റഹ്മാനെ, ഞങ്ങൾക്ക് ആവതില്ല റബ്ബേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവർ, അയൽവാസികൾ, റഹ്മാനെ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. ജീവിതം ഖൈറിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്, ബറക്കത്തിലാക്കണേ അല്ലാഹ്. എല്ലാവിധ ശർറ്, ബല, മുസീബത്ത്, ആപത്ത്, സിഹർ, കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. പുണ്യമായ റബീഉൽ ആഖിർ മാസം റഹ്മാനെ ഔലിയാക്കന്മാരുടെ മാസമാണല്ലോ. ആ ഔലിയാക്കന്മാർ പറഞ്ഞ ദിക്റുകളിൽ പലതും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അതിൻ്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഔലിയാക്കന്മാരോടൊപ്പം അമ്പിയാക്കന്മാരോടൊപ്പം എല്ലാത്തിലും ഉപരിയായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടെ സ്വർഗത്തിൽ കഴിയാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഹറാമായ കാര്യങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. റഹ്മാനെ പടച്ചവനെ, ഒരുപാട് പേര് ഒരുപാട് പ്രതിസന്ധിയിലാണ്, ദുഃഖത്തിലാണ്, സങ്കടത്തിലാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ രക്കാൻ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ റഹ്മാനെ, റഹീമായ അല്ലാഹ്, വദൂദായ അല്ലാഹ്, ലത്തീഫായ അല്ലാഹ്, കാരുണ്യക്കടലായ റഹ്മാനെ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഖൈറായ ഉദ്ദേശങ്ങളും സഫലീകരിച്ച് തരണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും
പ്രയാസങ്ങളും സങ്കടങ്ങളും മാറ്റി തരണേ അല്ലാ. അല്ലാഹു ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. പടച്ചവനെ റഹ്മാനെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. നിരവധി ആളുകൾ രോഗികളായി ഹോസ്പിറ്റൽ കഴിയുന്നു, വീടുകളിൽ കഴിയുന്നു, എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവൻ ഞങ്ങളുടെ വീടുകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങളാണ് ദുആ വസിയത്ത് പറയാറുള്ളത്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവരെ നീട്ട് ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ, പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. റഹ്മാനെ അല്ലാഹുവേ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റഹ്മാനെ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നത്. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ആരൊക്കെ എവിടെ വെച്ച് എന്തൊക്കെയാണ് ദുആ വസിയത്ത് പറഞ്ഞതെന്ന് നിനക്കറിയാം കൃത്യമായി. റഹ്മാനെ അവർക്കെല്ലാവർക്കും നീ ഖൈറും സലാമത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അവരെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ മറ്റ് ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകളെല്ലാം നീ തട്ടിമാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ, അതുപോലെ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ എല്ലാവരിലും ഖൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, മൗലിദുകൾ അതുപോലെ മദ്ഹുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പ്രതിഫലം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ കാർന്നവന്മാർക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ എല്ലാവിധ നന്മയും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീൽ അംബിയാഇൽ മുർസലീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധത്തുള്ള ഖൈറുകളും ബറക്കാത്തുകളും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളോടൊപ്പം സ്വാലിഹീങ്ങളാക്കി നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.